Sir. Sit down. Irikku. Come on, take down. To the Director, Kerala State Tourism Development Corporation, Trivandrum. Sir, reference. This office letter number 6347 of 3rd January 1984. This has reference to the above letter. On a casual survey of the island, it has been found out that the area can be developed as a lover's cove. The romantic atmosphere, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും കുറിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. റൊമാന്റിക് അറ്റ്മോസ്ഫിയർ. എവിടെ നിർത്തിയത്? റൊമാന്റിക് അറ്റ്മോസ്ഫിയർ. റൊമാന്റിക് അറ്റ്മോസ്ഫിയർ. And if a row of honeymoon cottages are built, മുറിഞ്ഞുപോയ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സ് ചിലപ്പോ. Sir. I'm sorry. ഞാൻ എവിടെ നിർത്തിയത്? Please continue. Honeymoon cottages are built. It will be an added attraction to the tourists. Anticipating the inflow of foreign exchange, the proposal is worth considering, and I request you thanking you, I remain yours lovingly. Sir. Yours lovingly. Yours lovingly. Yours lovingly. Yours lovingly. I'm sorry. Yours faithfully. സാറേ ബില്ല് എത്ര? 54 രൂപ. ഇത് തികയില്ലോ സാറേ. നാളെ തരാം. അത് പറഞ്ഞാൽ പറ്റില്ല, മുതലാളി സമ്മതിക്കില്ല. ആരാ നിന്റെ മുതലാളി? മുതലാളിയോട് പറ വിക്രമനാ കുടിച്ചതെന്ന്. ഇത് വലിയ ശല്യമായല്ലോ. കുടിക്കും മുമ്പേ ആലോചിക്കണം. പൈസ വെച്ചേ. നീ എന്റെ ശരീരത്തെ തൊട്ട് കളിക്കണം. തന്നില്ല എന്ത് ചെയ്യൂടാ? കഷ്ടം ഇവിടെ സാറേ. നീ എന്ത് ചെയ്യൂടാ റാസ്കൽ? നിന്റെ ഒരു മുതലാളി രണ്ടിനെ ഞാൻ അടിക്കും. നമുക്കറിയാമോ? അല്ല വിക്രമനോ, എന്താ പ്രശ്നം? അയ്യാ ഗോവാ, എന്താ കാര്യം? അല്ല സാറേ, കുടിച്ചിട്ട് എത്ര കാശ് രൂപ കുറവുള്ളത്? 20 രൂപ. ഞാൻ കൊടുത്തോളാം. നിങ്ങൾ പോണം. വാ വിക്രമൻ, കണക്കെടുത്ത്. ഇവിടെ തന്നെ കൊടുത്തു. ബാക്കി വെച്ചോളൂ. ഇല്ല, ഞാൻ വരുന്നില്ല. നമുക്ക് ഒന്നോടെ മിനിങ്ങിട്ട് വരാം. നീ ഇറങ്ങി നട്ടാ പാരി. നിങ്ങൾ പൊയ്ക്കണം. പോണ വണ്ടി വിട്ട് കാശ് കൊടുത്ത് വണ്ടി വെച്ചോണ്ട്. ഞാൻ പോകുന്നു. നീ എന്റെ വീട്ടിൽ വന്നിട്ട് രാത്രി കയറാ പോണം. എടേ, എന്റെ ഫ്രണ്ട് ഗോവൻ, നീ അറിയുമായിരിക്കും. അത് പോയി ചോറ് വിളമ്പ. എടേ, അല്ലെങ്കിൽ വേണ്ട. മോനെ ഗോവാ, നമുക്ക് ഒന്നോടെ ഇങ്ങോട്ട് വരാം. ഏയ് വേണ്ടെന്ന്. 100 രൂപ എടുക്ക. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോകുന്നു. നീ പോവല്ലടാ ഗോപാ, നിന്നെ ഇന്ന് ഞാൻ സൽക്കരിക്കും. ഒരു 100 രൂപ എടുക്കാൻ. ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല. ഇരിപ്പില്ലെന്ന്? നീ സമ്പാദിക്കുന്ന പൈസ ഒക്കെ ആർക്ക് കൊടുക്കുവാടി? നീ മര്യാദക്ക് 100 രൂപ ഇതാ, ഞങ്ങളൊന്ന് ആഘോഷിച്ചിട്ട് വരാം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങളോടല്ലേ പറഞ്ഞത് എന്റെ രൂപയില്ലെന്ന്? അറിയാ ഗോവാ, അവൾ പറയുന്ന നീ കേട്ടോ? എടീ, നീ വിചാരിച്ചാലാണോ രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട്? ഇത്രയും നല്ല ശരീരവും സൗന്ദര്യമുള്ള നിനക്ക് രൂപ ഉണ്ടാക്കാൻ എന്തായാലും ഒരു പ്രയാസം. രാധികയുടെ കാര്യം ഓർക്കുമ്പോ പാവം കഷ്ടം തോന്നി. വിക്രമൻ എന്താ ഇങ്ങനെ ആയത്?
സാർ ഉം, ഉം. ആ 2 ദിവസം ആയില്ലേ കണ്ടിട്ട്, അതിന്റെ സങ്കടം തീർത്തായിരിക്കും. എന്തിനാ സാറേ ആ പാവത്തിന് ഇങ്ങനെ? ആഹാ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ ഞാൻ തുടച്ചു വിടറാ. ആ, ഒരു ദീനാനുകമ്പക്കാരൻ വന്നിരിക്കുന്നു. ദേ മാമി, ഏ മാമിന്നോ? നിന്റെ പൂന്തോട്ടി പോയി വിളിക്കണം. ദേ പിന്നെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കരുത് കേട്ടോ. ആരാന്റെ കണ്ണിലിരിക്കുന്ന സൂചി കാണാം, അവനാന്റെ കണ്ണിലിരിക്കുന്ന കോടാലി കണ്ടുകൂടാ. കഷ്ടം. ക്ലാസ് 4 ക്ലാസ് 4ന്റെ സ്ഥാനത്ത് ഇരുന്നാ മതി കേട്ടോ. ഓ, ഇങ്ങനെ ഒരു ദയാശീലൻ. അയാളുടെ തന്തയാ ക്ലാസ് 4. ഉം. തന്ത കേട്ടോ. ആ മുൽക്കനെ പിടിച്ചു കേട്ടോ. അപ്പോഴേ- ഇല്ല, എന്നെ ക്ലാസ് 4 എന്ന്. അതിന് നീ ക്ലാസ് 4 ആണോ? ആ, അതിന് മുഖത്ത് നോക്കി വിളിക്കണോ? ആര്? ആ. പതുക്കെ പറയാം. കൊടുകൈ കൈയൊന്നും വേണ്ട. വേണ്ട. നമുക്കിനി വൈകിട്ട് തിന്നു. പറഞ്ഞത്ര ഇട്ടിട്ടുണ്ട്. ഇത് കഴിച്ചാൽ എത്ര പ്രാവശ്യം പോവേണ്ടി വരും? ഒരാൾക്ക് സുഖമായിട്ട് 10 പ്രാവശ്യം പോവാം. അതുപോരാ, 20 പ്രാവശ്യെങ്കിലും അസുഖമായിട്ട് പോയിപ്പിക്കണം. അപ്പൊ അത്രയ്ക്കും കൂടുതലിട്ടോളൂ. ശരി ആ, പിന്നെ പാർവതി അമ്മക്ക് കുറച്ച് കൂടുതലിട്ടോളൂ, ഒരു ദോഷം വരാനില്ല. ശരി. അയ്യോ സാറേ, എന്റെ പണി പോവോ? പണിയൊക്കെ പോവും. അയ്യോ ഇല്ലടോ. അയ്യോ. അയ്യോ, അത് നിമ്മാണെന്ന്. സാർ ചായ. പറയൂ സാർ, ചായ. ഛെ, എന്താണ് തുടങ്ങാത്തത്? ആ, ഒന്ന് ചുമ്മാ ഇരി. തുടങ്ങി. അവിടം വരെ എത്തുവോ? ആ, നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അമ്മാളും തുടങ്ങി. ഇത് സ്പൂൺ കൂടുതലാ. അയ്യോ, അല്ല ഞാൻ പൊക്കോട്ടെ? ഇനിയും വരടോ. കളി തുടങ്ങിയിട്ടുള്ളടോ. ഇനി ഞാൻ പൊക്കോട്ടെ? എനിക്ക് കാണാൻ വയ്യെന്നേ. നിക്ക. ഒന്നും പോയിട്ടില്ല. എന്താ
ഈ കുട്ടി എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വളരെ എനർജറ്റിക്കാണ്. ഇന്ന് എന്താ പറ്റിയാവോ? എന്ത് പറ്റി മോളെ? എന്ത് പറ്റി മോളെ? മോളുടെ മമ്മി ഡാഡി ഒരുപാട് തല്ലി. രാത്രി മുഴുവനും മമ്മി ഒരുപാട് കരഞ്ഞു. മോളും കരഞ്ഞു. ഡാഡി മമ്മി എന്നും വഴക്ക് പറയും, തല്ലും. മോള് കരയണ്ട കേട്ടോ. നമുക്ക് മാഡത്തിനോട് പറഞ്ഞ് ഡാഡിക്ക് നല്ല അടി വാങ്ങിച്ചു കൊടുക്കാം. മാഡം ഡാഡിയെ തല്ലാൻ വീട്ടിലേക്ക് വരുമോ? പിന്നെ മോള് പോയി കളിച്ചോ. പാവം കുട്ടി. ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ? ഹലോ, അതെ. കടപ്പുറത്ത് ലഹളെ തീവപ്പോ? ഞാൻ ഉടനെ ഡിവൈസ് വിളിക്കാം സാർ. ഞാൻ ഉടനെ സംഭവ സ്ഥലത്ത് പോകാം സാർ. ശരി സാർ. ടി വി എടുത്തുമോ? ലൊക്കേഷൻ എവിടെയാണ് സാർ? ഞാനിത് എത്തി കഴിഞ്ഞു. സാർ, ഈ പ്രശ്നത്തിന് അനാവശ്യമായി വർഗീയത നിറം കൊടുക്കുകയാണ്. കടപ്പുറത്ത് വിഭിന്ന രാഷ്ട്രീയ ചിന്താഗതിക്കാരായ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ നിസ്സാരമായ ഒരു പ്രശ്നത്തെ ചൊല്ലുണ്ടായ സംഘടനമാണ്. പ്രശ്നം ഗുരുതരമായപ്പോ വർഗീയത പേര് പറഞ്ഞ് ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എന്റെ വിശ്വാസം. ചുമ്മാ വാചകം അടിക്കാ സാറേ. അങ്ങനെയാണെങ്കിൽ പോലീസ് വെടിവെപ്പിൽ 2 ക്രിസ്ത്യൻ യുവാക്കൾ മാത്രം മരിച്ചെങ്ങനെ? ഹിന്ദുവായ ആരുടെ വികാരം എനിക്ക് നല്ലപോലെ മനസ്സിലായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇതൊരു വർഗീയ സംഘടനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഇത് നിയന്ത്രിക്കാൻ ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ്. നമുക്ക് പറയാനുള്ള മിനിസ്റ്ററോട് പറയാം. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. ഇന്ന് രാത്രി തന്നെ ആ റിപ്പോർട്ടുമായി എനിക്ക് മിനിസ്റ്ററെ കാണണം. ശരി സർ. മിസ്റ്റർ കൃഷ്ണുണ്ണി, ആ രാഷ്ട്രീയക്കാർ പറഞ്ഞു ഓർത്ത് നിങ്ങൾ വെറുതെ തലപുണ്ണാക്കണ്ട. അവരതും പറയും, അതിനപ്പുറവും പറയും. നിങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. യു മസ്റ്റ് ഗീവ് ദ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. നിൽക്കൂ, കുറച്ചുകൂടെ ടൈപ്പ് ചെയ്യാനുണ്ട്. ഇന്ന് തന്നെ കിട്ടണം. വളരെ അർജന്റ് മാറ്ററാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഒന്ന് വേഗം ആവട്ടെ രാധിക സാറേ. മണി 6 വീട്ടിൽ പോണ്ടേ? എന്തൊരു കഷ്ടമാണിത്. കഷ്ടകാലം പിടിച്ചവൻ തലമൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ കൂട്ടത്തിലാ. കഴിഞ്ഞോ? ഞാൻ പൊയ്ക്കോട്ടെ സാർ. ശരി. നിർത്തു. ബസ് കിട്ടിയില്ലേ? ഇപ്പൊ വരും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, സമയം വളരെയായി. ഞാൻ കൊണ്ടുവിടാം. കയറൂ. കയറൂ. മമ്മിക്ക് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മോളെ. അതാരാ മമ്മി? ശ്രീമാറ്റി അങ്കിളാണോ മമ്മി? അങ്കിൾ ഇറങ്ങുന്നില്ലേ? വാ അങ്കിൾ, ഇറങ്ങ അങ്കിൾ. വണ്ടി ഇടിച്ചോളൂ. വരണം സാർ. അകത്തേക്കിരിക്കാം. ഇല്ല, സമയം പോയി. പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. സാർ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ. ഒന്നും വേണ്ട.
മോൾ അങ്കിളിന്റെ കൂടെ വരുന്നോ? നാളെ വരാം. അങ്കിൾ ഇന്ന് മോളുടെ വീട്ടിൽ കിടക്കാം. ഞാൻ മറ്റേ അങ്കിൾ ടാറ്റാ ടാറ്റാ. ജാക്ക് ആൻഡ് ജിൽ. ചക്ക ആൻഡ് ജിൽ. അയ്യോ അങ്ങനെയല്ല. ജാക്ക്. എടി അവൻ എന്തിനാ ഇവിടെ വന്നെന്ന് വിക്രമ കിടന്ന് അതാ നമുക്ക് ഓഫീസിൽ കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ആ നല്ല മനുഷ്യൻ ഇവിടെ കൊണ്ട് നാക്കി. അതെന്താ തെറ്റ്? ഓ, ഒരു നല്ല മനുഷ്യൻ പുന്നാര മോളുടെ പഴയ ആളല്ലേ വിക്രമ. അവനെ പറഞ്ഞാൽ തനിക്ക് സങ്കടം വരുമല്ലേ? നിന്നെ ഞാൻ മുത്തച്ഛ മമ്മി. ആ അമ്മ എപ്പോ വന്നു? വൈകുന്നേരം. മോനെന്താ അത്രയും താമസിച്ച്? ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ആ വലിയ വീട്ടിലെ വലിയ കുറിപ്പിന്റെ മോള് നിന്റെ ആഫീസിലാണെന്ന് കേട്ടല്ലോ. അവളെ ആ വിക്രമൻ വല്ലാതെ ഉപദ്രവിക്കുന്നെന്ന് കേട്ടല്ലോ. നേരാണോ? അമ്മയുടെ ആര് പറഞ്ഞു? ഗോപൻ പറഞ്ഞു. ആ അവനോട് പോയി. അവൻ വെളിയിൽ എങ്ങാണ്ട് പോയതാ. മോനെ, എനിക്ക് 2 ദിവസം കഴിഞ്ഞാ പോണം. എന്നാ പിന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ തന്നെ പോയിക്കോ. നീ അവിടെ ഇരിക്കേ. നീ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അമ്മ ഇനി എങ്ങും പോകണ്ട. എന്റെ ഇവിടെ താമസം മതി. അതെ അതെ അതെ. പെട്ടെന്ന് വന്ന ആലോചനയായതുകൊണ്ട് ഒന്നിനും സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ വരട്ടെ ഉണ്ണി. ഉണ്ണിയോട് ഞാൻ പ്രത്യേകം ഒന്നും പറയേണ്ട കാര്യമില്ല. ശരി സർ. എന്താ സാറിന്റെ മുഖത്തൊരു ഉറക്കച്ചടവ്? ഇന്നലെ രാത്രി ഓവർ ടൈം അല്ലായിരുന്നോ? ഇല്ല, ഉറങ്ങിയില്ല, അതായിരിക്കും. രാധികേ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഇന്നലെ വീട്ടില് ആ വരണം സാർ. ആദ്യം ഉണ്ടോ? ഉണ്ട്. ആ സാർ ഒരു മിനിറ്റ്. ഞാൻ നോക്കിക്കോളാം.